SSC പരീക്ഷയിൽ വലിയ മാറ്റങ്ങളാണ് മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, അതിലേക്കെല്ലാം നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ CGL പരീക്ഷയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, CGL പഠിക്കാൻ പോകുന്ന, അതായത് പുതുതായിട്ട് അപേക്ഷിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെങ്ങനെ പഠിക്കാം, എങ്ങനെ തയ്യാറെടുക്കാം, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതിന് മുമ്പ് നമുക്ക് ഈ സിലബസ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. സിലബസിൽ പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ള സബ്ജക്റ്റ് വൈസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ABCD. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, അതുപോലെ GK, ക്വാണ്ട്, ഇംഗ്ലീഷ്, ഇങ്ങനെ ഒരു ഭാഗങ്ങൾ പോർഷൻസ് കൊടുത്ത് കാണാൻ സാധിക്കും. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ 25 ക്വസ്റ്റ്യൻ 50 മാർക്ക് എന്ന രീതിയിലാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. സോ 1 മണിക്കൂറിൻ്റെ പരീക്ഷയാണെങ്കിലും അവിടെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. 60 മിനിറ്റ് നമുക്ക് 15ആയിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് വരുന്നത്. മുൻപൊക്കെ നമുക്ക് ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് എനിക്ക് 20 മിനിറ്റ് കൂടുതൽ റീസണിങ്ങിൽ എടുക്കണം എന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്വാണ്ട് മാത്സിൽ നമുക്ക് 25 മിനിറ്റിൽ കൂടുതൽ വേണം, ബാക്കിയുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് തന്നെ നമ്മുടെ സെൽഫ് ടൈമർ വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. ബട്ട് നൗ ഓൺ നമുക്ക് ഈ ഒരു കാര്യം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യൽ എന്ന് പറയുന്നത് തികച്ചും ഇമ്പോസിബിൾ ആണെന്ന് തന്നെ പറയേണ്ട വരും. നമുക്ക് ക്വാണ്ടിൻ്റെ സ്പീഡ് കൂട്ടണം, റീസണിങ്ങിൻ്റെ സ്പീഡ് കൂട്ടണം, അല്ലെങ്കിൽ നമുക്കിതിൽ കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുമില്ല. സോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസണിങ് ചെയ്യാൻ 15 മിനിറ്റേ ലഭിക്കത്തുള്ളൂ, GK ചെയ്യാൻ 15 ലഭിക്കത്തുള്ളൂ. ഇങ്ങനെ ഈ സെക്ഷൻ ക്വാണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ സെക്ഷനും ചെയ്യാൻ 15 മിനിറ്റ് മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. സോ ഇത് ടെൻഷൻ അടിക്കണമെന്ന് ചോദിച്ചാൽ ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്, ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലൂടെ നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്. സോ പുതുതായിട്ട് നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ഒരുപാട് പേരുണ്ട്, അതുപോലെ തന്നെ പഠിക്കാൻ താല്പര്യമുണ്ട്, കൃത്യമായിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നാണെങ്കിൽ ആദ്യം നമുക്ക് SSC മലയാളിൻ്റെ ഫിനിക്സ് ബാച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. സോ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് വെറുതെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതല്ല. കഴിഞ്ഞ തവണ നമ്മുടെ SSC CGL 2025 പരീക്ഷ കേരളത്തിൽ നിന്ന് ആകെ വിജയിച്ചവർ 300 പേരാണ്. അതിൽ നിന്ന് ഒറ്റ ക്യാമ്പസ് മാത്രം ഉണ്ടായിട്ട് അതിൽ നിന്ന് 84 ഉദ്യോഗാർത്ഥികളാണ് SSC മലയാളിൻ്റെ ഭാഗമായിട്ട് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു ആക്യുറസി നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണ്. ഇത്രയും പെർസെൻറ്റേജ് ഓഫ് കുട്ടികൾ നമ്മുടെ SSC മലയാളിയിൽ നിന്ന് മാത്രമായിട്ട് വിജയിച്ച് പോയവരാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല, റഫ്താർ സാറ് നമ്മുടെ CBIയിൽ വർക്ക് ചെയ്ത ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി വന്ന് പഠിപ്പിക്കണം എന്നുള്ളൊരു പാഷൻ കൊണ്ട് അവിടെ CGL എഴുതി ക്രാക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മളിവിടെ പഠിപ്പിക്കാനായിട്ട് വരുന്നത്. സോ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി അറിയാം, എഡ്യൂക്കേറ്റീവ് പാറ്റേണിലാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് വ്യക്തമാണ്, കഴിഞ്ഞ തവണത്തെ എക്സാമിനേഷൻ ഉണ്ടാക്കിയ റിസൾട്ടിലൂടെ നമുക്ക് വ്യക്തമാണ്. നമുക്ക് ഇവിടുത്തെ സ്റ്റുഡൻസ് പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മെയിനായിട്ട് ശബ്ദ സാറും ബാസിൻ സാറും തന്നെയായിരുന്നു. അപ്പോൾ അവരുടെ ക്ലാസ്സൊക്കെ ശരിക്കും എന്താ പറയുക, ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ടോപ്പ് ലെവൽ ക്ലാസ്സാണെന്ന് ഞാൻ പറയുള്ളൂ. നിലവിൽ ഇപ്പോൾ SSC സെലക്ഷൻ പോസ്റ്റിന് ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരാം എന്നുള്ളതിന്റെ ഫുൾ സ്റ്റഡി നടത്തി നമുക്കൊരു മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തു, എന്നിട്ട് അത് ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇനി എന്ത് വെണ്ടർ വന്നാലും നമുക്ക് ഫേസ് ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഇവിടുന്ന് കിട്ടി. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ റീഡിംഗ് റൂം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് റീഡിംഗ് റൂമിൽ. ഇവിടുത്തെ റെഗുലർ കോഴ്സുള്ള മോക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള മോക്കാണ്. അതായത് ഫസ്റ്റത്തെ കുറച്ച് മോക്സ് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള മോക്സ്, പിന്നെ കുറച്ച് ഹയർ ലെവൽ, പിന്നെ അങ്ങനെ കൂടി എന്താ പറയുക, ടോപ്പറിന് ഒരു 100-102 മാർക്കൊക്കെ ഉള്ള മോക്കൊക്കെ നമുക്ക് ഉണ്ടായി. സോ SSCക്ക് വേണ്ടി നിലവിൽ കേരളത്തിൽ ഡെഡിക്കേറ്റഡ് ആയി നിൽക്കുന്ന SSC മലയാളിയെക്കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇത് കൂടാതെ ഇവർക്ക് SSC CGLന് വേണ്ടി ഒരു ഫിനിക്സ് ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്. 100 ദിവസത്തെ ഒരു സ്റ്റഡി സെക്ഷൻ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു സിലബസ് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യുകയും ഇതിനു വേണ്ടി നല്ല രീതിയിൽ ഉദ്യോഗാർത്ഥികളെ ഒരുക്കുകയും ചെയ്യുന്ന ഒരു ബാച്ച് തന്നെയാണത്. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടു, SSC മലയാളിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ളൊരു റിസൾട്ടിൽ നിങ്ങൾക്കും അംഗമാകാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ഇത് കൂടാതെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനൊരു നമ്പർ പ്രൊവൈഡ് ചെയ്യാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തിനാണ് SSC മലയാളിയെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞത്, എന്താണ് മുമ്പോട്ടേക്ക് നടക്കാൻ പോകുന്നത്, അതൊക്കെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. വളരെ വലിയൊരു ചേഞ്ച് തന്നെ ഇനി മുന്നോട്ടേക്ക് മാറാനായിട്ട്, അതായത് നടക്കാനായിട്ട് സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും നിങ്ങൾ UPSC പരീക്ഷ ശ്രദ്ധിച്ചിട്ടുണ്ട്. UPSC പരീക്ഷയിൽ വരുന്ന പല ക്വസ്റ്റ്യൻ്റെ പാറ്റേണുകളും നമ്മുടെ PSC പരീക്ഷയിൽ അതുപോലെ ആവർത്തിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് മറ്റൊരു പരീക്ഷയെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് പരീക്ഷകൾ നടത്തുന്ന ഒരു ട്രെൻഡ് ഞാൻ അനലൈസ് ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്, സോ ഈ ഒരു ഫസ്റ്റ് ഫേസ് നിങ്ങൾ പാസ്സായി, ഇതിൽ നിന്നൊരു വ്യക്തത ഉണ്ടാക്കി നമുക്ക് മുമ്പോട്ടേക്ക് തുടരാം. ഫസ്റ്റ് ഫേസ് പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യണം. ആവശ്യമാണെങ്കിൽ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. സോ നമ്മൾ സെക്കൻഡ് ടയറിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നമുക്ക് 2 സെക്ഷനായിട്ടാണ് പേപ്പർ നടത്തുന്നത്. പേപ്പർ 1, പേപ്പർ 2 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സെക്ഷൻ 1 അതുപോലെ സെക്ഷൻ 2 എന്ന് പറഞ്ഞിട്ട് 2 സെക്ഷൻ, പേപ്പർ 2ൻ്റെ ഒരു സെക്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് എല്ലാവരും എഴുതണം. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു
കാര്യം സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ആ ഒരു പോസ്റ്റിലേക്കെല്ലാം അപ്ലൈ ചെയ്തവരാണ് അത് എക്സാം എഴുതേണ്ടതായിട്ട് വരിക. ഓക്കെ, എനിവേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മാത്സ് അതുപോലെ റീസണിങ് എന്ന് പറയുന്ന സെക്കൻഡ് പേപ്പറിൽ നമുക്ക് സെക്ഷണൽ ടൈമർ വരുന്ന കാണാൻ സാധിക്കും. 30 മിനിറ്റ് സെക്ഷണൽ ടൈമർ, അതായത് മാത്സ് എഴുതാൻ 30, റീസണിങ് എഴുതാൻ 30 മിനിറ്റ്. അപ്പോൾ 30 ചോദ്യങ്ങളും വരുന്ന കാണാൻ സാധിക്കും. ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ 1 മിനിറ്റാണ് തരുന്നത്. നല്ല രീതിയിലുള്ള പ്രാക്ടീസ് നമുക്ക് ഇവിടെ ആവശ്യമാണ്. ഇതിന്റെ ഡിഫിക്കൽറ്റി ലെവലിലേക്കാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പേടിപ്പിക്കുക എന്നുള്ളത് മാറ്റി വെക്കുക, അതല്ല ഞാൻ ഇവിടെ പറയുന്നത്. അത് മാറ്റി നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള അവയർനെസ്, കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് തരിക എന്നുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഇതിൽ പേടിക്കുകയല്ല വേണ്ടത്. എങ്ങനെ ഇതിനൊരു പ്രിവെൻഷൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നമുക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. 30 ക്വസ്റ്റ്യൻ 30 മിനിറ്റ്, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ച് മാത്സും റീസണിങ്ങും ചെയ്യാന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും റീഡ് ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാവുന്നതാണ്. കാരണം പ്രോപ്പറായിട്ട് നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് ചില ക്വസ്റ്റ്യൻ, ഇപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് പോലുള്ളൊരു ചോദ്യം റീസണിങ്ങിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ 5 ആൾ അല്ലെങ്കിൽ ഒരു 10-12 ആളെ അല്ലെങ്കിൽ ഇത്രയും പേരെ, ഒരു എക്സാമ്പിളിന് പറയുന്നത് ഇത്രയും പേരെ ഒന്ന് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഇരുത്താൻ തന്നെ നമുക്ക് ഏകദേശം ഒരു 59 അല്ലെങ്കിൽ 30-45 സെക്കൻഡെങ്കിലും എത്ര സ്പീഡ് ചെയ്യുന്ന ഒരാൾക്കും ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് ഇമ്പോസിബിൾ ആണ് അത് ചെയ്തെടുക്കാനായിട്ട്. അതിനുള്ള പ്രാക്ടീസും കാര്യങ്ങളും എന്നും ചെയ്തുകൊണ്ടിരിക്കണം. അതിന് സെക്ഷണൽ ടൈം ഇട്ട് തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം പറഞ്ഞതുപോലെ SSC മലയാളിയിൽ അത് അവൈലബിൾ ആണ്, അതും എഡ്യൂക്കേറ്റീവ് പാറ്റേണിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കുട്ടികൾ, ആ 300-ൽ വലിയൊരു ശതമാനവും നമ്മുടെ SSC മലയാളിയിൽ നിന്ന് ജയിച്ചിട്ടുള്ള കുട്ടികൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്ഷൻ 2-ൽ, അതായത് സെക്ഷൻ 2-ലേക്ക് കിടക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് അതുപോലെ GK എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് അവിടെ വരുന്നത്. ഇവിടെ സെക്ഷണൽ ടൈമറായിട്ട് പോകുന്നത് 40 മിനിറ്റിന്റെ ഒരു സെക്ഷണൽ ടൈമർ ഇവിടെ നമുക്ക് ഇംഗ്ലീഷിനും, പിന്നെ 25 മാർക്കിൻ്റെതിൽ 15 മിനിറ്റ് ആയിട്ട് അതും കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ സെക്ഷണൽ ടൈമർ ഓരോരു ഭാഗത്തും ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ 30 മിനിറ്റും മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇംഗ്ലീഷിൽ ഓക്കെ ആയിരിക്കും, 40 മിനിറ്റ് അത് ഓക്കെ ആയിരിക്കും നമുക്ക്. അപ്പോൾ ഇവിടെ ഈ ഒരു ചേഞ്ച് നമ്മുടെ SSC CGL പരീക്ഷയിൽ വന്നിരിക്കുകയാണ്. പിന്നെ മൈനസ് മാർക്ക് ഉണ്ട്, അത് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ഇനി കുറച്ചും കൂടി ഡെപ്തിലേക്ക് നമുക്ക് കിടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞാൻ മുകളിലായിട്ട് കൊടുത്തിട്ടുള്ള ഇതെന്ന് പറയുന്നത് നമ്മുടെ SSC MTSന്റെ ഒരു ഇതാണ്. SSC MTSന്റെ സിലബസ് പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അതിൽ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് മൈനസ് മാർക്ക് ഇല്ല, ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചർ ആണ്, അങ്ങനെ വരുന്നൊരു ഭാഗമാണ്. ഇനി സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ സെക്ഷൻ 2-ൽ വരുന്ന ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ഒരു പേപ്പറാണ് ഈ സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഇവിടെ ഒരു സെക്ഷണൽ ടൈമർ വന്നു കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾ എത്ര ബുദ്ധിമുട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ SSC CHSL എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, ഈ പോസ്റ്റിൽ ഇതുവരെ നമുക്ക് എന്തുണ്ടായിട്ടില്ല, നമുക്ക് സെക്ഷണൽ ടൈമർ ഇതുവരെ വന്നിട്ടില്ല. ഇനി മുമ്പിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നല്ല, തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്, ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ട് 50 മാർക്ക്. നേരത്തെ നമ്മൾ CGLന്റെ പറഞ്ഞത് അതേ ഒരു മെത്തേഡിലാണ് വരുന്നത്. സോ ഇവിടെയും സെക്ഷണൽ ടൈമർ വെച്ചിട്ട് 15 എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. 15 എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ഓരോ സെക്ഷനും 15 മിനിറ്റ് വെച്ചിട്ട് 60 മിനിറ്റിൻ്റെ എക്സാം ആക്കിയിട്ട് അത് മാറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അറ്റൻഡ് ചെയ്യുന്നത് അങ്ങ് കുറയുന്ന ഒരു അവസ്ഥയായിരിക്കും വരിക. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യം പറയാം. ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എങ്കിലും കുറച്ച് പേർക്കെങ്കിലും അതിൽ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതൊരു ഡൗട്ട് ഉണ്ടാവും. സോ മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി. 15 മിനിറ്റ് വെച്ച് ഓരോ സെക്ഷനും മോക്ക് ടെസ്റ്റ്. 15 മിനിറ്റിന്റെ കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റ് നമ്മൾ ഓരോ സെക്ഷനും വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമുക്ക് സെക്ഷണൽ ടൈമറാണ് വന്നിട്ടുള്ളത്. ഇനി മുന്നിലേക്ക് സെക്ഷണൽ കട്ട് ഓഫ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ SSC മലയാളി ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. കാരണം നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ എടുത്ത് നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെയാണ്, അവിടെ അന്വേഷിച്ചിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓൺലൈൻ ബാച്ചസും ഉണ്ട്, ഓഫ്ലൈനും എല്ലാം സൗകര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. വെറും ഒരു ക്യാമ്പസ് നിന്നാണ് അവർ ഇത്രയും റിസൾട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം നമ്മൾ കുറച്ചൊന്ന് ഡെപ്തിലേക്ക്, ഇപ്പോൾ സോഷ്യൽ സിനാരിയോയിലേക്ക് കിടക്കുകയാണെങ്കിൽ AI വരുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. AI വരുന്നുണ്ടെങ്കിലും പലരും പറയുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടർ വന്നു, കുറച്ച് ഡെപ്തി പഠിക്കുക. പലരും പല കോൺസെപ്റ്റിൽ, പല സിനാരിയോയിൽ, പല ഇതിലാണ് ഇതിനെടുക്കുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ വന്നു, ഒരുപാട് പേരുടെ ജോലി പോകുന്നതിന് പകരം ഒരുപാട് പേർക്ക് ജോലിയല്ലേ കിട്ടിയത്, അന്ന് ജോലി പോകുമെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ആർക്കും പെട്ടെന്നൊന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സോ AI റീപ്ലേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് ടെലികോളർ എന്ന് പറയുന്ന ഒരുപാട് പേര് ടെലികോളർ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അവിടത്തേക്ക് ഒരു AI സിസ്റ്റം അവിടെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സപ്പോർട്ടിന് AI ഉണ്ട്, ടെലികോളറിന് എല്ലാത്തിനും AI വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ആ സമയത്ത് അവരുടെ ജോബ് നഷ്ടപ്പെടുന്ന സമയത്ത് അവിടെ റീപ്ലേസ് ചെയ്യാൻ വേറെ മറ്റൊന്നും ആവശ്യമില്ല.
അവിടെ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം. കമ്പ്യൂട്ടറിൽ നമുക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ സൂക്ഷിക്കാൻ സാധിക്കും. കുറേ ജോബ് ക്രിയേറ്റ് ചെയ്യുന്നുമുണ്ട്, അതുപോലെ കുറേ ജോബ് മാറുന്നുമുണ്ട്. അപ്പോൾ അതൊരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലേ ഓഫ് നടക്കുന്ന സമയത്ത് ഇവരൊക്കെ എന്ത് ചെയ്യും, SSC PSC പോലുള്ള ഒരുപാടധികം ഗവൺമെൻറ് ജോബിലേക്ക് ആകൃഷ്ടത പ്രകടിപ്പിക്കുകയും എന്നിട്ട് എന്ത് ചെയ്യും, അതിലേക്കുള്ള കാര്യങ്ങൾ നോക്കുകയും ചെയ്യും, ഗവൺമെൻറ് ജോബിലേക്കുള്ള കാര്യങ്ങൾ നോക്കുകയും ചെയ്യും. സോ നോർമലി എന്ത് ചെയ്യും, നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് മുകളിലേക്ക് തന്നെ കയറും. അപ്പോൾ ഏതൊരു ബോഡി ആണെങ്കിലും ഇപ്പോൾ SSC ആണെങ്കിൽ ഇതൊരു അസംഷൻ ആണ്, നമുക്ക് മുമ്പിലേക്ക് നടക്കാൻ സാധ്യതയുള്ളതാണ്. ഇപ്പോൾ സെക്ഷണൽ ടൈമർ ചില പോസ്റ്റിനൊക്കെ പണ്ട് സെക്ഷണൽ ടൈമറുടെ, ഇപ്പോൾ SSCക്കൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. SSCക്ക് ഇതുവരെ എന്താ സെക്ഷണൽ ടൈമർ എന്ന് പറയുന്ന ഒരു സംഭവം ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്ത്. കഴിഞ്ഞ വർഷത്തെ CPO 2025 CPO പോസ്റ്റിനാണ് ആദ്യമായിട്ട് സെക്ഷണൽ ടൈമർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഉദ്യോഗാർത്ഥികൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ഈ സെക്ഷണൽ ടൈമർ കാരണം. ഒരുപാട് പേര് ഇത് മനസ്സിലാക്കി, ഒരുപാട് പേര് മനസ്സിലാക്കിയിട്ടും ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഇത് മനസ്സിലാക്കാതെ സെക്ഷണൽ ടൈമർ അവിടെ എത്തുമ്പോഴാണ് കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ SSC മലയാളിയിൽ അതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള അവയർനെസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തത് കൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് പറഞ്ഞത്. കാരണം അവർ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇപ്പോൾ CBI അതുപോലെ തന്നെ മറ്റ് ഒരുപാട് CGL എക്സാമിനേഷൻ എഴുതി വിജയിച്ച ആളാണ് നമ്മുടെ സാർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഇതിൻ്റെ ഗൈഡ് ലൈൻസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു വീഡിയോയിൽ അത് പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയത്. ആ ഒരു ഫേമിൽ അല്ലെങ്കിൽ ആ ഒരു എക്സാം ക്ലിയർ ചെയ്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസും പിന്നെ പഠിത്തത്തിൻ്റെ കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അറിയുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് അതൊന്ന് ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ CPO എക്സാമിന് കഴിഞ്ഞ തവണ ആദ്യമായിട്ട് വന്നപ്പം കുറേ പേര് അത് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ CGL എഴുതാൻ പോയവരൊക്കെ ഈ ഒരു CPO എന്നായിരിക്കും, CGL എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെന്തായാലും CPO ആപ്ലിക്കേഷൻ കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ CPO എന്നായിരിക്കും ഈ സെക്ഷണൽ ടൈമറിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവുക. സോ എല്ലാം നമുക്കൊന്ന് മാറ്റിയിട്ട് ബ്ലാങ്ക് ആയിട്ടുള്ള പുതിയൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഇത്ര നേരം പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഈ സെക്ഷണൽ ടൈമർ പുതുതായിട്ട് ആഡ് ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലായി. സെക്ഷണൽ ടൈമർ പുതുതായിട്ട് ആഡ് ചെയ്യും, 15 മിനിറ്റ് വെച്ച് വരും. അതുപോലെ ഇതിന് മുമ്പിലേക്ക് സെക്ഷണൽ കട്ട് ഓഫ് കൂടി, ഞാനിപ്പം പറഞ്ഞതുപോലെ AI വരുന്നു, ഒരുപാട് പേര് ജോലി ലേ ഓഫ്, ഇപ്പം തന്നെ കുറേ പേരെ ടെക് കമ്പനിയിൽ നിന്ന് നമുക്കിപ്പോൾ TCSൻ്റെയോ ഇപ്പം അടുത്ത് നമ്മൾ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഹ്യൂജ് എമൗണ്ട് ഓഫ് ആൾക്കാരെയാണ് പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഇപ്പം കോഡിങ്ങിനൊക്കെ ക്ലൗഡ് പോലുള്ള ഒരുപാടധികം AI സാങ്കേതിക വിദ്യകൾ വരുന്ന സമയത്ത് കോഡിങ് കാര്യങ്ങൾ ഈ ജൂനിയർ ലെവൽ എംപ്ലോയീസിൻ്റെ ആവശ്യകത വളരെ കുറഞ്ഞു വരികയാണ്. ജൂനിയർ കോഡിങ് ചെയ്യുന്ന ആൾക്കാരുടെ ആവശ്യകത വളരെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അവർ മറ്റൊരു മെത്തേഡ് ജോലിക്ക് വേണ്ടി നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫേമിലേക്ക് അതിപ്പോൾ SSC എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ജോലി കിട്ടുന്ന, പെട്ടെന്ന് എക്സാംസ് നടത്തുന്ന, പെട്ടെന്ന് ലിസ്റ്റിൽ വന്ന ജോലിക്ക്, അതായത് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞ ജോലിയാണ്. മറ്റ് ഫേമുകൾ അല്ലെങ്കിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, മറ്റുള്ള PSC പോലെയൊക്കെ ലിസ്റ്റിൽ വന്ന് കാത്തിരിക്കേണ്ട കാര്യമില്ല, ലിസ്റ്റിൽ വന്ന ജോലിയാണ്. അതുകൊണ്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒക്കെ ഒരുപാട് വരുമ്പം SSC അടുത്തൊരു പരിപാടിയും കൊണ്ടുവരും, സെക്ഷണൽ കട്ട് ഓഫ്. അത് വരും എന്നുള്ള ഉറപ്പ് വരെയുള്ള വരാൻ വളരെ സാധ്യതയുണ്ട് മുന്നോട്ടുള്ള ഭാവിയിലേക്ക്. അതുകൊണ്ട് ഇപ്പം നല്ല രീതിയിൽ പഠിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ പേടിപ്പിക്കുകയല്ല, നമ്മൾ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിൽ ഉദ്ദേശിക്കുന്നത്. സെക്ഷണൽ കട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നിലവിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ചില എക്സാമിന്. നമ്മുടെ ആർമീൻ്റെ TA ആർമീൻ്റെ ഓഫീസർ എക്സാം നിങ്ങൾക്ക് അറിയായിരിക്കും. നല്ല മനോഹരമായിട്ടുള്ളൊരു പോസ്റ്റിംഗ് തന്നെയാണ് TA ആർമീൻ്റെ ഓഫീസർ എക്സാം എന്ന് പറയുന്നത്. നമ്മൾ ബാക്കിയുള്ള സമയത്തൊക്കെ 3 മാസം മാത്രമേ നമുക്ക്, ഒരു വർഷത്തിൽ ഏകദേശം 3 മാസം മാത്രമേ നമുക്ക് സർവീസ് ചെയ്യേണ്ടതായിട്ട് വരും. ബാക്കിയുള്ള സമയത്ത് നമുക്ക് സിവിലിയൻ ജോബ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ മറ്റെന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം, മറ്റെന്തെങ്കിലും ഒരു ബിസിനസ്സോ കാര്യങ്ങളോ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആർമിയിലേക്ക് അപ്ലൈ ചെയ്യാം. 3 മാസം മാത്രം അവിടെ പോയാൽ മതി. ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ സിവിലിയൻ ജോബ്, അതുപോലെ നമുക്ക് TA ആർമീൻ്റെ എല്ലാവിധ പ്രിവിലേജും, അതായത് ആർമീൻ്റെ പ്രിവിലേജും കാര്യങ്ങളും അതൊക്കെ ആ ഒരു സർവീസ് ടൈമിൽ അതും ലഭിക്കുന്നുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TA ആർമീൻ്റെ എക്സാമിനേഷനിൽ നമുക്ക് എന്തുണ്ട്, സെക്ഷണൽ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ട്. സെക്ഷണൽ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും 25 ക്വസ്റ്റിന് 50 മാർക്കാണ് വരുന്നത്. ഈ 50 മാർക്ക് എന്നുള്ളതിൽ ഇപ്പോൾ ഇവിടെ സെക്ഷണൽ ടൈമർ നമുക്ക് 15 മിനിറ്റ് കണ്ടോ, ഇവിടെ 15 മിനിറ്റ് മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് സെക്ഷണൽ കട്ട് ഓഫ് കൂടി വരികയാണെങ്കിൽ ഈ 50 മാർക്കിൽ മിനിമം ഒരു 20 മാർക്ക് അല്ലെങ്കിൽ 25 മാർക്ക് മിനിമം നമ്മൾ എന്ത് ചെയ്യണം, 25 മാർക്ക്. ഒരു എക്സാമ്പിളിന് മാത്രം പറയുന്നതാണ് കേട്ടോ. 25 മാർക്ക് ഓരോ സെക്ഷനും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓരോ സെക്ഷന് 25 മാർക്ക് വെച്ച് വാങ്ങണം. എങ്കിൽ മാത്രമേ നമ്മൾ പാസ്സാകത്തുള്ളൂ എന്നുള്ളൊരു കടമ്പ കൂടി വെക്കും. ഫോർ എക്സാമ്പിൾ മറ്റൊരു ലളിതമായിട്ടുള്ള രീതി പറയുകയാണെങ്കിൽ 100 കട്ട് ഓഫ് വരുന്നത് വിചാരിക്കുക, 100 മാർക്കാണ് കട്ട് ഓഫ് വരുന്നത്. നിങ്ങൾ ഈ 2 സെക്ഷൻ മാത്രം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, കംപ്ലീറ്റ് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ, ഈ 3 സെക്ഷനിലും കൂടിയിട്ട് നിങ്ങൾ 100ൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ കയറി പാസ്സായി. പക്ഷേ ഈ ഒരു സെക്ഷനിൽ കട്ട് ഓഫ് വരുമ്പോഴാണ് ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് ആകെ കിട്ടിയത് 20 മാർക്കാണെന്ന് വിചാരിക്കാം. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് 150 മാർക്കെങ്കിലും ഏകദേശം ഉണ്ടെന്നും വിചാരിക്കാം.
പക്ഷേ നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ എന്താണ് 20 മാർക്ക് ആയതുകൊണ്ട് കട്ട് ഓഫിനേക്കാളും 50 മാർക്ക് നിങ്ങൾക്ക് കൂടുതലുണ്ട്, എന്നിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലിസ്റ്റിൽ കയറാൻ ഇടം നേടാനായിട്ട് സാധിക്കത്തില്ല. ഒരു സെക്ഷനിലും നമ്മുടെ കഴിവ് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത് അടുത്തൊരു പണിയായിട്ട് നമുക്ക് മേ ബി വരാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്, വരും എന്നല്ല. ഇങ്ങനെ സെക്ഷണൽ ടൈമർ വന്ന സ്ഥിതിക്ക് ഇനി മുന്നോട്ടേക്ക്, ഇത് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്തതല്ലല്ലോ, ഇനി മുന്നോട്ടേക്ക് പല മാറ്റങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിന് SSC മലയാളീൻ്റെ ക്ലാസ്സുകൾ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ പോലും മോക്കോ കാര്യങ്ങളോ മറ്റെന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളുണ്ട്, ജസ്റ്റ് അവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചിരുന്നു, അവരുടെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പം വളരെ മികച്ച അഭിപ്രായമാണ് അവരുടെ അടുത്തും. പിന്നെ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കാണിച്ചല്ലോ, നിങ്ങൾ തന്നെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ റിസർച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. താഴെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഇത് പറയാനുള്ള കാരണം, ഒറ്റ ക്യാമ്പസിൽ നിന്ന് അവർക്ക് 84ഓളം പേരെ പാസ്സാക്കി എടുക്കാൻ പറ്റും. പല ക്യാമ്പസുകളുള്ളവർക്ക് തന്നെ ഇത്ര ഒരു ഹ്യൂജ് സക്സസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷേ ഒറ്റ ക്യാമ്പസിന് ഇത്രയും വലിയൊരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ നിസ്സാര കാര്യമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ എന്തായാലും വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ SSC പരീക്ഷയിൽ വരുന്നതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ പഠിച്ച് കയറാനായിട്ട് തന്നെ നിങ്ങൾ ശ്രമിക്കുക. ഇനിയും നമ്മുടെ കയ്യിൽ സമയം കളയാനായിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് സമയമുണ്ട് നല്ല രീതിയിൽ പഠിക്കുക. എൻ്റെ ഒരു സുഹൃത്ത് UAE-ലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ SSC പരീക്ഷയോട് താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടാണെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് എഴുതാനോ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ അടുത്ത വർഷം, അതാണ് ഈ വീഡിയോ ചെയ്യാൻ പ്രധാനമായിട്ടും എന്നെ പ്രേരിപ്പിച്ചൊരു കാര്യം. അടുത്ത വർഷം വരുമ്പോൾ ഇത് എഴുതാമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത വർഷം വരുമ്പോൾ ഇതിന് പഠിക്കണം. ഏജ് ഉണ്ടല്ലോ, അത്യാവശ്യം ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള എക്സാം ആണല്ലോ. ഈ എക്സാമിന് 22-ാം തീയതി വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ കാണിച്ച ഒരു എക്സാമിന് CGL-ന് ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ട്, പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അടുത്ത വർഷം വന്നിട്ട് അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിയിലുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത വർഷത്തേക്ക് ഒരുപാട് ചേഞ്ചസ് വന്നാലോ, അതാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അപ്പം വരും വർഷങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഞാനിപ്പം പറഞ്ഞ മാറ്റത്തിന് പുറമെ മറ്റൊരുപാട് റിസർച്ച് ചെയ്ത് ഇനിയും നമുക്ക് മനസ്സിലാവും. ഇനിയും പല മാറ്റങ്ങളും എക്സാമിൽ ചിലപ്പം വരും. ഇപ്പോൾ GD-ൻ്റെ എക്സാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ക്യാമൊക്കെ വെച്ച് കുറച്ചുകൂടെ സെക്യൂർഡ് ആയിട്ടാണ് എക്സാം. അത് നല്ലൊരു കാര്യം തന്നെയാണ്, മോശം പറഞ്ഞല്ല. അപ്പോൾ അങ്ങനെ ഓരോ ചേഞ്ചസ് വരികയാണ് എക്സാമിൽ. അപ്പോൾ ആ എക്സാമിന് എഴുതുന്ന കുട്ടികൾക്ക് ഇപ്പം കുറേ വർഷങ്ങളായിട്ട് എഴുതുന്ന ഒരാളാണെങ്കിൽ പോലും പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ അതിനോട് അഡാപ്റ്റ് ആവാനായിട്ട് ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഒരു എക്സാം, നമ്മുടെ CGL എക്സാം തന്നെ, ഓരോ വ്യക്തികളുടെ ഉള്ളിലും പ്രോപ്പറായിട്ടുള്ള സെൽഫ് ടൈമർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകും. കൃത്യമായിട്ട് നമുക്കൊരു ടൈമർ ഉണ്ടാവും. അത് മാറ്റി അത് ബ്രേക്ക് ചെയ്തിട്ട് SSC ഒരു ടൈമർ ഇടുമ്പോൾ ചിലവർക്ക് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല രീതിയിലുള്ള പഠനം കാഴ്ചവെച്ച് ഇനി പുതിയൊരു അപ്ഡേറ്റ് വരുന്നതിന് മുൻപായിട്ടല്ല, പുതിയൊരു ചേഞ്ച് എക്സാമിൽ വരുന്നതിന് മുമ്പായിട്ട് സെക്ഷണൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞ ഉദാഹരണമായിട്ട് മാത്രം പറഞ്ഞതാണ്. നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക, പ്രോപ്പർ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഞാനിപ്പം പറഞ്ഞ പോലെ SSC മലയാളീൻ്റെ ക്ലാസ്സുകൾ വേണ്ടിക്കുക, വിളിച്ച് കോൺടാക്ട് ചെയ്ത് അന്വേഷിച്ച് അത് എടുക്കാം. നിങ്ങൾക്ക് പല രീതിയിലും ഓപ്പർച്യൂണിറ്റി മുമ്പിലുണ്ട്. 12,000-ൽ കൂടുതൽ ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഈ ഒരു ഒഴിവുകൾ ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. ഫൈനൽ റിസൾട്ടൊക്കെ വരുന്നതിന് മുമ്പായിട്ട് തന്നെ തീർച്ചയായിട്ടും ഒഴിവും കാര്യങ്ങളൊക്കെ ഇനിയും കയറുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കാതെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനാണ് പറയുന്നത്. SSC-ൻ്റെ ഏതൊരു പരീക്ഷ എഴുതുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇത് യൂട്ടിലൈസ് ചെയ്യുക. ബാക്കിയുള്ള CPO നോട്ടിഫിക്കേഷനൊക്കെ മുന്നോട്ട് വരാനിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. താങ്ക് യു.